കേരളത്തിൽ UDF 11 സർവേകൾക്കാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. 11 ഇലക്ഷൻ സർവേകൾ, പ്രീ പോൾ സർവേ, പോളിംഗ് ഇലക്ഷന് മുമ്പ്, വോട്ടെടുപ്പിന് മുമ്പ് 11 സർവേകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ചിലതൊക്കെ സ്പോൺസേഡ് സർവേകളാണ്. സ്പോൺസേഡ് സർവേ എന്ന് പറയുമ്പോൾ ഇവർ ജയിക്കും, ഇവർ തന്നെ ജയിക്കും, ഇവർക്ക് ഇങ്ങനെയൊക്കെ വോട്ട് കിട്ടും എന്ന് പറയുന്ന തരത്തിലുള്ള സർവേയാണ്. മറ്റൊന്ന് ചില വാർത്താ ചാനലുകളും ചില ഏജൻസികളും ചേർന്ന് നടത്തുന്ന സർവേകളാണ്. അതിനകത്തും ഇടപെടലുകൾ ഉണ്ടാകും. കാരണം കേരളത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, വലത് പക്ഷത്താണ് മാധ്യമങ്ങളുടെ സഹകരണം കൂടുതലുള്ളത്. ഭരണവിരുദ്ധ വികാരമൊക്കെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് സർക്കാരിനെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ സാധാരണഗതിയിൽ വരാറുണ്ട്. പ്രതിപക്ഷ സ്വഭാവമാണ് മാധ്യമങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ നമുക്ക് വാദോരാതെ പറയാമെങ്കിലും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനം പൊതുവെ വിമർശിക്കപ്പെടുന്നത് ഒരു ആവശ്യവുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുക, അതിനകത്ത് കഴമ്പൊന്നും ഉണ്ടാകില്ല. ആ വിമർശനം നേരിടുന്ന സമയത്താണ് ഈ ഒരു സർവേ ഘട്ടം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം NDTVയുടെ സർവേ പുറത്തു വന്നു. അദാനി ഗ്രൂപ്പിന്റെ ഒരു ഏജൻസിയുമായി സഹകരിച്ചിട്ടാണ് അവർ ഈ സർവേ നടത്തിയത്. ഈ സർവേയുടെ പ്രത്യേകത, സർവേയിൽ പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നാണ്. VD സതീശന് ഏകദേശം സർവേയിൽ പങ്കെടുത്ത 22.4% വോട്ടാണ് ലഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ വെറും 18% വോട്ടാണ് കിട്ടിയത്. അപ്പൊ മുഖ്യമന്ത്രിയോട് ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിജയന് സ്വീകാര്യതയില്ല എന്ന് വരുത്തി തീർക്കണം. ഇത് വലത് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പുറത്ത് പറയുകയും ചെയ്യുമ്പോൾ പിണറായി വിജയനെ ആളുകളൊക്കെ ഇഷ്ടക്കേടാണ്, പിണറായി വിജയനോട് ഇഷ്ടമില്ല എന്ന് വരുത്തി തീർക്കാൻ ഈ സർവേകൾ ഗുണം ചെയ്യും. അതുപോലെ തന്നെ പാർട്ടിക്കകത്ത്, CPM-നകത്ത് പ്രശ്നമുണ്ടാക്കാനും ഈ സർവേകൾ ഉപയോഗിക്കാം. അങ്ങനെ ഉള്ള കണക്കുകൂട്ടലിലാണ് ഈ സർവേകൾക്ക്, 11 സർവേകൾക്ക് UDF നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ UDF അനുമതി നൽകിയതും ഈ സർവേ വേണമെന്ന്. എന്നിട്ട് ഈ സർവേയിൽ ഉൾപ്പെടുത്തുന്ന നേതാക്കൾ, അത് ചില നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രം ഉൾപ്പെടുത്താൻ പറയും. ഇപ്പൊ ശശി തരൂർ വലിയ ഗമണ്ടൻ മനുഷ്യനാണ്, വലിയ പബ്ലിക് ഫിഗറാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങളോട് ശശി തരൂരിനെ മുഖ്യമന്ത്രിയായി കിട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങളും, ശശി തരൂരിനെ മുഖ്യമന്ത്രിയായി കിട്ടിയാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല, ശശി തരൂരിന്റെ ഒരു റേഞ്ചിൽ ചേർന്നതല്ല കേരളം എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയുള്ളൂ. അപ്പോൾ VD സതീശൻ, ശശി തരൂര്, KC വേണുഗോപാൽ, ഈ 3 പേരാണ് UDFന്റെ പാനലിൽ ഉള്ളത് NDTV നടത്തിയ സർവേയിൽ. അപ്പൊ ശശി തരൂര്, VD സതീശന് തൊട്ട് താഴെ വന്നത് ശശി തരൂരിന്റെ പേരാണ്. കോൺഗ്രസിൽ നിന്ന് അടുത്ത് മുഖ്യമന്ത്രിയാകാൻ സാധ്യത ശശി തരൂരിനാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ സർവേയിലെ പൊള്ളത്തരം. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും KK ശൈലജയും തമ്മിലുള്ള ഒരു റൈവൽറി, അവർ തമ്മിൽ ഭയങ്കര വിരോധത്തിലാണ്. മുമ്പ് VS-നെയും പിണറായിയെയും തമ്മിൽ ശത്രുതയാണ് എന്ന് വരുത്തി തീർത്തതുപോലെ പിണറായി വിജയനും KK ശൈലജയും തമ്മിൽ ആണ് മത്സരം. അപ്പോൾ KK ശൈലജ തൊട്ട് താഴെ ഉണ്ട് എന്നൊക്കെ സർവേ പറയുമ്പോൾ സാധാരണ ജനങ്ങൾ എന്ത് കരുതും? ഈ പിണറായി വിജയനും KK ശൈലജയൊക്കെ ഒരേ പാർട്ടിയിലുള്ള ആളുകൾ തമ്മിൽ അധികാര വടംവലിയാണോ, അവരിൽ ആരാകും മുഖ്യമന്ത്രി എന്നൊക്കെ ഒരു ചിന്ത ജനിപ്പിക്കാൻ ഈ സർവേക്ക് കഴിയും. ഈ സർവേ എന്ന് പറയുന്നത് ഒരു പുകമറ സൃഷ്ടിക്കലാണ്. നിങ്ങളെ എന്നെയൊക്കെ വളരെ ഭംഗിയായി കബളിപ്പിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് ഈ സർവേ. ഈ സർവേയിൽ പങ്കെടുത്ത വെറും 1500-ൽ താഴെ മാത്രമുള്ള ആളുകളാണ്. 3 കോടിയിലധികം ജനങ്ങളുള്ള കേരളത്തിൽ വെറും 1491 പേരെയാണ് സാമ്പിളിംഗ് ആയിട്ട് ഇവർ എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സർവേ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സർവേ പൂർണ്ണതോതിൽ വിശ്വസിക്കാൻ കഴിയില്ല. ഈ സർവേ എന്തു വന്നാലും ചെന്നിത്തലയെ പിന്തള്ളി സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നു.